ലോകം മുഴുവൻ ഒരു സമാധാന വാർത്തയ്ക്കായി കാതോർത്തിരുന്ന നിമിഷങ്ങൾ ഒടുവിൽ വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുത അവസാനിക്കുമെന്നും ഒരു ചരിത്രപരമായ കരാർ ഉടൻ ഒപ്പിടുമെന്നും ലോകം വിശ്വസിച്ചിടത്താണ് ഡൊണാൾഡ് ട്രംപ് തന്റെ സ്വഭാവം അനുസരിച്ചുള്ള ആ ട്വിസ്റ്റ് നൽകിയിരിക്കുന്നത്. കരാർ കയ്യെത്തും ദൂരത്താണ് എന്ന് ഇറാൻ ആത്മവിശ്വാസത്തോടെ വിളിച്ചു പറയുമ്പോഴും ചർച്ചകളിലേക്ക് തിരിച്ചു വരാനില്ലെന്ന കർശന നിലപാടിലാണ് അമേരിക്കൻ പ്രസിഡന്റ്. ഇസ്ലാമാബാദിലെ അടച്ചിട്ട മുറികളിൽ നടന്ന 21 മണിക്കൂർ നീണ്ട ചർച്ചകളുടെ അവസാനത്തിൽ എന്ത് സംഭവിച്ചു? ഇറാൻ വിരിച്ച സമാധാന വലയിൽ നിന്ന് ട്രംപ് എങ്ങനെ തലയൂരി? പശ്ചിമേഷ്യയുടെ ഭാവി തന്നെ നിശ്ചയിക്കാൻ പോകുന്ന ആ നിർണായക നയതന്ത്ര യുദ്ധത്തിന്റെ ഉള്ളുകളികൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വശം എന്നത് ഇറാന്റെ ഈ അപ്രതീക്ഷിത മനംമാറ്റമാണ്. ഒരു കരാറിലെത്താൻ തങ്ങൾ തയ്യാറാണെന്നും ഇനി വെറും ഇഞ്ചുകൾ മാത്രമേ സമാധാനത്തിലേക്ക് ദൂരമുള്ളൂവെന്നും ഇറാന്റെ നയതന്ത്ര പ്രതിനിധികൾ ലോകത്തോട് വിളിച്ചു പറയുന്നു. എന്നാൽ ഇറാന്റെ ഈ സമാധാന വേഷം വെറും ഒരു തന്ത്രമാണെന്ന് അമേരിക്കൻ ഭരണകൂടം സംശയിക്കുന്നു. സമാധാന ചർച്ചകൾക്കായി ഇസ്ലാമാബാദിൽ തങ്ങിയ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് മടങ്ങിയതിനു പിന്നാലെ ട്രംപ് നടത്തിയ പ്രതികരണം ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ചർച്ചകളിലേക്ക് ഇനിയൊരു മടക്കമില്ലെന്നും തങ്ങൾ മുന്നോട്ട് വെച്ച നിബന്ധനകളിൽ വിട്ടുവീഴ്ചയില്ലെന്നുമാണ് ട്രംപിന്റെ പക്ഷം. ട്രംപിന്റെ കടുംപിടുത്തം പശ്ചിമേഷ്യയെ വീണ്ടും ഒരു യുദ്ധത്തിന്റെ നിഴലിലാക്കി മാറ്റുകയാണ് എന്നതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. വാസ്തവത്തിൽ ഈ നയതന്ത്ര കളിയിലെ സിനിമാറ്റിക് മൂവ്മെന്റ് എന്നത് ട്രംപ് കാണിക്കുന്ന ഈ നിസ്സംഗതയാണ്. ഇറാൻ ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയം സമ്പുഷ്ടീകരിച്ചു കഴിഞ്ഞു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ അവരുമായി ചർച്ചയ്ക്കില്ലെന്ന് പറയുന്നതിലൂടെ ട്രംപ് എന്താണ് ലക്ഷ്യമിടുന്നത്? ഒരു വശത്ത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ മറുവശത്ത് സമാധാന ചർച്ചകളെ ട്രംപ് തള്ളിക്കളയുന്നത് പശ്ചിമേഷ്യയിൽ ഒരു വലിയ സൈനിക നീക്കത്തിന് വഴിയൊരുക്കുകയാണോ എന്ന് ലോകം ഭയപ്പെടുന്നു. ഇറാന്റെ പരമോന്നത നേതാക്കളെ പോലും വിശ്വാസത്തിലെടുക്കാതെ ട്രംപ് വയറ്റുന്ന ഈ തന്ത്രം അമേരിക്കയെ എവിടെ എത്തിക്കുമെന്നത് കാത്തിരുന്ന് കാണണം. ഇസ്ലാമാബാദിലെ ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ഹോർമോസ് കടലിടുക്കിന്റെ നിയന്ത്രണം വീണ്ടും ലോകത്തിന്റെ ആശങ്കയായി മാറുന്നുണ്ട്. ഇവിടെ കരാർ ഇഞ്ചുകൾക്ക് അകലെയാണെന്ന് ഇറാൻ പറയുമ്പോഴും അത് തങ്ങളുടെ മേലുള്ള ഉപരോധങ്ങൾ നീക്കാനുള്ള ഒരു പാക്കേജ് മാത്രമാണെന്ന് അമേരിക്ക തിരിച്ചറിയുന്നുണ്ട്. ചൈനയും റഷ്യയും ഇറാന് നൽകുന്ന രഹസ്യ പിന്തുണ ട്രംപിനെ കൂടുതൽ ചൊടിപ്പിക്കുകയാണ്. ചൈനയിൽ നിന്നുള്ള ആയുധ കപ്പലുകൾ ഇറാനിയൻ തുറമുഖങ്ങളിൽ എത്തുമ്പോൾ ചർച്ചകൾ കൊണ്ട് കാര്യമില്ലെന്നും കടുത്ത നടപടികൾ തന്നെയാണ് പോംവഴിയെന്നുമാണ് വൈറ്റ് ഹൌസിന്റെ നിലപാട്. ട്രംപിന്റെ വാശിക്ക് മുന്നിൽ സമാധാനമെന്ന കനവ് വെറും ജലരേഖയാവുകയാണോ? ഈ സംഘർഷത്തിനിടയിൽ ഇന്ത്യയുടെ റോളും വളരെ നിർണായകമാണ്. ഇന്ത്യയുടെ ഇന്ധന ആവശ്യങ്ങൾക്കായി ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായിരിക്കണമെന്നത് ഇന്ത്യയുടെ വലിയ ആവശ്യമാണ്. എന്നാൽ ട്രംപ് ചർച്ചകൾ തള്ളിക്കളയുന്നതോടെ ആഗോള എണ്ണ വിപണിയിൽ വൻ വിലക്കയറ്റത്തിന് സാധ്യതയുണ്ട്. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള രഹസ്യ സഖ്യം ഒരു വശത്ത് നിലനിൽക്കുമ്പോൾ തന്നെ ഇറാനുമായുള്ള സമാധാന ശ്രമങ്ങളെ ഇന്ത്യ എപ്പോഴും പിന്തുണച്ചിരുന്നു. പക്ഷേ ട്രംപിന്റെ ഈ പുതിയ നീക്കം നയതന്ത്ര രംഗത്ത് ഇന്ത്യക്കും വലിയൊരു പരീക്ഷണമാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പരാജയപ്പെട്ട ഒരിടത്ത് സമാധാനം കൊണ്ടുവരാൻ ഇനി ആർക്ക് സാധിക്കും? ഇറാൻ വിരിച്ച സമാധാന വലയിൽ വീഴാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറല്ല. ഇഞ്ചുകൾക്കപ്പുറം സമാധാനം എന്ന ഇറാന്റെ വാഗ്ദാനം ട്രംപിന് മുന്നിൽ വില പോകുന്നുമില്ല. ഇവിടെ വാസ്തവത്തിൽ വിവേകമില്ലാത്ത നേതാക്കളുടെ വാശിയിൽ കരിഞ്ഞു പോകുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ സമാധാനമാണെന്നത് പറയാതിരിക്കാൻ കഴിയില്ല. പശ്ചിമേഷ്യയിലെ മണലാരണ്യത്തിൽ പുകയുന്ന ഈ തീ അണയാൻ ഇനിയൊരു വിസ്മയം തന്നെ സംഭവിക്കേണ്ടതായി വരും. ട്രംപ് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നത് ലോകത്തെ ഒരു മഹാദുരന്തത്തിലേക്ക് നയിക്കുമോ എന്ന് കാലം തെളിയിക്കും. സമാധാനം ആഗ്രഹിക്കുന്ന ജനതയ്ക്ക് മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി അമേരിക്ക ഇറാൻ പോരാട്ടം ഇന്നും തുടരുകയാണ്.